ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു റെയിൻബോ ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ സാറ്റിൻ ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ കോട്ടൺ ലൈനിങ്ങും 2 മീറ്റർ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കളേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ റെയിൻബോ കളേഴ്സ് അല്ല, നിങ്ങൾക്ക് ഏത് മൾട്ടി കളറാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിന് എത്രയാണോ ഫ്ലെയർ വേണ്ട അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ റെഡ് കളറ് അപ്പർ പോർഷനിക്ക് യോക്ക് പോർഷൻ റെഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് റെഡ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 3 മീറ്റർ റെഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മെറ്റീരിയൽസും ബാക്കി എല്ലാ 6 കളേഴ്സും ഞാൻ ഓരോ മീറ്റർ വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 3 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമ്മൾ 1 ഇയർ 2 ഇയർ 3 ഇയറിനെല്ലാം ഈ ഒരു ഇത് മെഷർമെൻറ്റ് തന്നെ മതിയാകും. എന്നാൽ തന്നെ നമുക്ക് ഒരു ലെയർ 7 മീറ്റേഴ്സിൻ്റെ ഫ്ലെയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ട അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാം. ഇതിൽ കുറവായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്ലെയറിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും 1 മീറ്റേഴ്സ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ മൾട്ടി കളറിൻ്റെ 2 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലെയറും ഉണ്ട്, താഴത്തെ ലെയറും ഉണ്ട്. അപ്പർ ലെയറിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ 7 കളേഴ്സും നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാഫ് മീറ്റേഴ്സിൻ്റെ കട്ടിംഗ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലും 7 കളർ വരും, ഫ്രണ്ടിലും 7 കളർ വരും. അങ്ങനെ 14 പാർട്സ് ഉണ്ടായിരിക്കും. ഹാഫ് മീറ്റർ വെച്ചാകുമ്പോൾ 7 മീറ്റേഴ്സിൻ്റെ ഫ്ലെയർ നമുക്ക് കിട്ടും. അങ്ങനെയാണ് 7 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും അതിന് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷൻ നോക്കാം. 3 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചസ് ആണ് 3 ഇയറിന്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ കൂടെ സ്യൂയിങ് അലവൻസും കൂടി കൂട്ടിയിട്ട് ഒരു 9.25 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പ്രസ് ബട്ടനാണ് വെക്കുന്നത്. അതുകൊണ്ട് അഡീഷണൽ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളിനി സിബാണ് വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്യൂയിങ് അലവൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷോൾഡറും അതുപോലെ ആം ഹോളും ഞാൻ എടുത്തിട്ടുള്ളത് 4.25 ഇഞ്ചാണ്. അതുപോലെ ചെസ്റ്റ് വേണ്ടത് 21 ഇഞ്ചാണ്. അപ്പോൾ 5.25 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് സ്വിങ് അലവൻസ് കൂടെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ്റെ ആണ് കേട്ടോ ഞാൻ മെഷർമെൻറ്റ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചും ലെങ്ത്ത് 2.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ താഴ്വശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കുറച്ച് മേലേക്കാക്കിയിട്ട് നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ 2 സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ഇനി നമ്മളുടെ സാറ്റിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അടുത്തത് നമുക്ക് നമ്മളുടെ നെറ്റ് മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 18, നമ്മളുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് 25 ഇഞ്ചാണ്. അപ്പർ പോർഷൻ 8 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 17 ഇഞ്ചാണ് താഴത്തെ ലെയർ വേണ്ടത്. സോ ഞാനിവിടെ ഒരു 18 ഇഞ്ച് അലവൻസും കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈച്ച് ഇത് നമുക്ക് 4 പാർട്ടായിട്ട് 1/2 മീറ്റർ വെച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ താഴത്തെ മെറ്റീരിയൽ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഫുൾ സർക്കിളായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഏകദേശം 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രില്ല് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നമുക്ക് ഓൾറെഡി 2 ലെയറും 7 മീറ്റേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് അംബ്രല്ല കട്ടിലല്ല ഫുൾ സർക്കിളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ 1/2 മീറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നമ്മളുടെ നെറ്റ് മെറ്റീരിയലുകളെല്ലാം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റെയിൻബോ കളറിൻ്റെ ആ ഒരു ഓർഡറിലായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ഓരോ പോർഷനും 1/2 മീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ 2 പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മേലത്തെ ലെയറിനും സെക്കൻഡ് ലെയറിനും വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നമ്മളുടെ യോക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഫ്രിൽ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് നമ്മളിതുപോലെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ പ്ലീറ്റ് ചെയ്യുന്നതെല്ലാം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. ഇതുപോലെ സാറ്റിനിൽ വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ നെറ്റ് മെറ്റീരിയൽ. അതിനുശേഷം നമ്മളുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാൻ ബാക്ക് പോർഷനും ഇതുപോലെ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ സാറ്റിനും നെറ്റ് മെറ്റീരിയലും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. സെൻറ്ററിലും 2 ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പുറം തിരിച്ചെടുക്കാം. എന്നിട്ട് രണ്ടും ഷോൾഡർ കാണാത്ത രീതിയിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് കൂടെ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നൊന്ന് വെച്ച് സെക്യൂർ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോൾഡർ വിസിബിൾ ആവാത്ത രീതിയിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഞാനൊരു ചെറിയ ലേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് ഇപ്പോൾ ഞാൻ തൽക്കാലം പിൻ ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ പ്രസ് ബട്ടണാണ് ഫൈനലിയാണ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ലേസ് ഉണ്ടല്ലോ, ഇത് ത്രെഡഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ലേസാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കും അവിടെ വേണമെന്നുണ്ടെങ്കിൽ ലേസുകളോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ലേസസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനുള്ള സ്ലീവ്സ് റെഡിയാക്കണം. അപ്പോൾ സ്ലീവിൽ 2 പോർഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കളർ എടുത്തിട്ടുണ്ട്. ഏകദേശം 3.5-4 ഇഞ്ചാണ് അതിന് ഞാൻ വിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കളേഴ്സ് ഞാൻ അതിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേറൊരു 2 കളേഴ്സും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്രിൽസിന് വേണ്ടിയിട്ടാണത്. അതായത് നിങ്ങൾ ആ സ്ലീവ് കണ്ടാൽ അറിയാം, സ്ലീവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്രിൽ ചെയ്തിട്ട് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ ആൻഡ് ഓറഞ്ച് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നല്ലൊരു കോമ്പിനേഷൻ എന്ന് തോന്നിയത് ചൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ സ്ലീവ്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു 3.5-4 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഫ്രിൽ ചെയ്തിട്ട് 3 കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതുപോലെയാണ്, സെൻറ്ററിലൂടെയാണ് നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുള്ളത്, ഓറഞ്ചും യെല്ലോയും. ഓക്കെ, ഇനി നമുക്കിത് നമ്മളുടെ യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇതുപോലെയാണ് ഈ ഒരു സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മേലെയായിട്ടാണ് നമ്മളുടെ രണ്ടാമത്തെ ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സൈഡിൽ കളേഴ്സ് യൂസ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ 7 കളേഴ്സും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം ഇത്രയും കളേഴ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ നമുക്ക് ബാക്കിലേക്കുള്ള കെട്ട് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കെട്ട് നമ്മൾ 1 സൈഡിൽ വെച്ച് കൊടുത്ത് ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് യോക്ക് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ബോട്ടം പോർഷൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഫ്രിൽസ് ചെയ്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ബാക്ക് സൈഡ് സിബ് നമ്മൾ കൂട്ടിയിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്ക് സൈഡ് ജോയിൻ ചെയ്യാതെ അവിടെ കട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ബോട്ടം പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴേ ഞാനിവിടെ ഈ ഒരു കെട്ട് നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റും വേസ്റ്റ് മെഷർമെൻറ്റും ഒക്കെ കറക്റ്റായിട്ട് അളപ്പെടുത്തിയിട്ട് ഒരു സൈഡ് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ബോട്ടം പോർഷൻ്റെ നെറ്റും സാറ്റിനും കോട്ടൺ ലൈനിങ്ങും എല്ലാം ഫ്രിൽ ചെയ്തതിന് ശേഷം ഈ ഒരു വേസ്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നെറ്റും അതുപോലെ തന്നെ 2 ലെയർ നെറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഫ്രില്ല് ചെയ്തിട്ട് നമ്മൾ 2 ലെയർ നെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 ലെയർ നെറ്റ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്രീപ്പും കോട്ടൺ ലൈനിങ്ങും കൂടി ഫ്രിൽ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല, കാരണം എനിക്കത് വീഡിയോ എടുക്കാനുള്ള ടൈം. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഒരു കംപ്ലീറ്റ് വീഡിയോ ഇടുന്നതിന് ഒരുപാട് നമ്മൾ എഫേർട്ട് എടുക്കണം. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒരു ഇതാണല്ലോ. അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടും കൂടിയാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാലുള്ള ഔട്ട്കം. ഇതൊരു ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. ഇത് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്തതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് ഞാനും ഭയങ്കര ഹാപ്പിയായി, കാരണം മോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.